പാലക്കാട് ശ്രീനിവാസൻ വധക്കേസ് പ്രതികളായ 17 PFI പ്രവർത്തകർക്കും ജാമ്യം നൽകിയ ഹൈക്കോടതി വിധിക്കെതിരെ സുപ്രീം കോടതി. കേസിലെ പ്രതികൾക്ക് ജാമ്യം നൽകിയ നടപടിയിൽ ഹൈക്കോടതിക്ക് പിഴവുണ്ടായെന്ന് സുപ്രീം കോടതി പറഞ്ഞു. ഓരോ പ്രതികളുടെയും പങ്ക് പ്രത്യേകം പരിഗണിക്കണമായിരുന്നുവെന്നും 17 പ്രതികൾക്ക് ഒരുമിച്ച് ജാമ്യം അനുവദിച്ചതിൽ പിഴവ് പറ്റിയെന്നും സുപ്രീം കോടതി നിരീക്ഷിച്ചു. NIA നൽകിയ ഹർജി പരിഗണിക്കവെയാണ് സുപ്രീം കോടതിയുടെ ഈ നിരീക്ഷണം. ജാമ്യത്തിനെതിരെ NIA നൽകിയ ഹർജിയിൽ സുപ്രീം കോടതി പ്രതികൾക്ക് നോട്ടീസ് അയച്ചിട്ടുണ്ട്. ജാമ്യം ലഭിക്കാത്ത പ്രതികൾ നൽകിയ ഹർജി ഡിസംബർ 13 പരിഗണിക്കുമെന്നും സുപ്രീം കോടതി വ്യക്തമാക്കിയിട്ടുണ്ട്. 2022 ഏപ്രിൽ 16 RSS പ്രവർത്തകനായ ശ്രീനിവാസനെ മേലാമുറിയിലെ കടയിൽ കയറി അക്രമികൾ വെട്ടിക്കൊലപ്പെടുത്തുന്നത്. 3 ബൈക്കുകളിലായി എത്തിയ സംഘം പട്ടാപ്പകൽ നഗരമധ്യത്തിലെ കടയിൽ കയറി ശ്രീനിവാസനെ വെട്ടിക്കൊല്ലുകയായിരുന്നു. പോപ്പുലർ ഫ്രണ്ട് നേതാവ് സുബൈറിന്റെ കൊലപാതകത്തിന് പ്രതികാരമായാണ് ശ്രീനിവാസനെ കൊലപ്പെടുത്തിയതെന്നാണ് അന്വേഷണ സംഘം കണ്ടെത്തിയത്. കേസിൽ പ്രതികളായ 26 പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകരിൽ 17 പേർക്കും ഹൈക്കോടതി ജാമ്യം നൽകിയിരുന്നു. ഈ ഉത്തരവിനെതിരെ NIA നൽകിയ ഹർജിയാണ് സുപ്രീം കോടതി പരിഗണിച്ചത്. UTV ന്യൂസ്, പാലക്കാട്.